നവജാത ശിശുക്കളുടെ സംരക്ഷണത്തിനായുള്ള അമ്മത്തൊട്ടിലുകൾ സംസ്ഥാനത്ത് പ്രവർത്തനരഹിതം. വിവാഹേതര ബന്ധങ്ങൾ മറച്ചുവെക്കാൻ നവജാത ശിശുക്കൾ കൊല ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഉപേക്ഷിക്കാനുള്ള അമ്മത്തൊട്ടിലുകളും അനാഥമാണ് എന്നുള്ള വാർത്തയാണ് കൊച്ചിയിൽ നിന്നുള്ളത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ അമ്മത്തൊട്ടിൽ പോലും അനാഥമാകുന്ന ഒരു സാഹചര്യം. സർക്കാരിൻ്റെ അനാസ്ഥയാണ് ഈ ഒരു വിഷയത്തിലും പ്രകടമാകുന്നത്, അല്ലേ? രേഷ്മ, കേൾക്കാമെങ്കിൽ ഈ നവജാത ശിശുക്കളുടെ സംരക്ഷണത്തിനായുള്ള അമ്മത്തൊട്ടിലുകൾ സംസ്ഥാനത്ത് പ്രവർത്തനരഹിതമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സംവിധാനങ്ങൾ വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ല എന്നതാണ് ഇതിന് കാരണവും. അതെ സുരേഷ്, സംസ്ഥാനത്താകെ 13ഓളം അമ്മത്തൊട്ടിലുകളാണ് ഉള്ളത്. പക്ഷേ അതിൽ ബഹുഭൂരിഭാഗം അമ്മത്തൊട്ടിലുകളും പ്രവർത്തനരഹിതമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊച്ചിയിൽ രണ്ടാമത് സ്ഥാപിച്ചിട്ടുള്ള ഹൈടെക് അമ്മത്തൊട്ടിലും പ്രവർത്തനരഹിതമാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് ഈ എറണാകുളം ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അമ്മത്തൊട്ടിൽ പ്രവർത്തനരഹിതമായി തുടരുകയാണ്. അതിൽ യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, കൊച്ചിയിലാണ് ഈ നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്ന് എറിഞ്ഞു കൊന്ന ഒരു നടുക്കുന്ന സംഭവം ഉണ്ടായത്. വിവാഹേതര ബന്ധങ്ങൾ മൂലം ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വലിയ ക്രൂരമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമ്മത്തൊട്ടിലുകളൊക്കെ തന്നെ പ്രവർത്തിക്കണമെന്നുള്ള ഒരു ആവശ്യം ഉയരുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അമ്മത്തൊട്ടിലിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ജില്ലാ കളക്ടർ അടക്കമുള്ള ശിശുക്ഷേമ സമിതി ഭാരവാഹികൾ അടക്കമുള്ള ആളുകളിലേക്ക് ഈ അമ്മത്തൊട്ടിലേക്ക് കുഞ്ഞു വരുന്ന സമയത്ത് ആ സന്ദേശം എത്തുകയും ഉടനടി നടപടികൾ ക്രമീകരിക്കാൻ തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അത്തരത്തിലുള്ള രീതിയിലാണ് ഹൈടെക് അമ്മത്തൊട്ടിലുകളൊക്കെ തന്നെ സംസ്ഥാനമെമ്പാടും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇവയൊക്കെ തന്നെ പരിപാലിക്കുന്നതിനും അതിൻ്റെ മറ്റ് സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതിനും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇത് തന്നെയാണ് ഈ അമ്മത്തൊട്ടിലുകളൊക്കെ തന്നെ പ്രവർത്തനരഹിതമാകാനുള്ള കാരണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൊച്ചിയെ സംബന്ധിച്ചാണെങ്കിൽ രണ്ടാമത് സ്ഥാപിച്ചിട്ടുള്ള ഹൈടെക് അമ്മത്തൊട്ടിലാണ് ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത്. അത് 3 മാസമായിട്ട് അടഞ്ഞു കിടക്കുന്നുണ്ട്. സെർവർ തകരാറിലായതാണ് പ്രധാനമായിട്ടും ഇതിനുള്ള കാരണമായിട്ട് അധികൃതർ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ കുഞ്ഞുമായിട്ട് അമ്മ വരുന്ന സമയത്ത്, അതായത് കുഞ്ഞുമായിട്ട് ആര് വന്നാലും ഈ സെർവർ മൂലം അതല്ലെങ്കിൽ സെർവറിലൂടെ ഈ വാതിൽ തുറക്കുകയും തൊട്ടിലേക്ക് കുഞ്ഞിനെ വെക്കുന്ന സമയത്ത് ആ വാതിൽ അടയുന്ന ഒരു സാഹചര്യമാണ് ഈ നിലവിലുള്ള ഈ അമ്മത്തൊട്ടിലിന്റെ പ്രവർത്തനം. പക്ഷേ ഈ സെർവർ തകരാറായതുകൊണ്ട് തന്നെ ഈ കൊച്ചിയിൽ സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിൽ അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുരിതപരമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഈ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ വർക്കേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ നവജാത ശിശുക്കളെ കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ ഒരു സംഭവം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ അവർക്ക് വേണ്ടിയിട്ട്, അതായത് നവജാത ശിശുക്കളെ സുരക്ഷിതമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരിടമാണ് അമ്മത്തൊട്ടിൽ. പിന്നീട് ഈ അമ്മത്തൊട്ടിൽ ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ ശിശുക്ഷേമ സമിതി ഭാരവാഹികൾ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ജില്ലാ കളക്ടറിലേക്കും അതോടൊപ്പം തന്നെ ശിശുക്ഷേമ സമിതിയുടെ ഭാരവാഹികളിലേക്കും വാട്സപ്പ് സന്ദേശം ലഭിക്കുന്ന തരത്തിലാണ് അമ്മത്തൊട്ടിലിന്റെ പ്രവർത്തനം സജ്ജീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രവർത്തനരഹിതമായിട്ടുള്ള അമ്മത്തൊട്ടിലുകൾ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. സുരേഷ്, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.